നമുക്കൊപ്പം സുനിഷ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സുനിഷ അയ്യല്ലൂരാണ്. സുനിഷ, ഈ CAA പ്രതിഷേധം ദേശവ്യാപകമായി തന്നെ രാജ്യവ്യാപകമായി തന്നെ നടക്കുന്നു. കേരളത്തിലും വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. മലബാർ മേഖലയിൽ ശക്തമായ കണ്ടു. ഇന്ന് എങ്ങനെയാണ് കേരളത്തിലെ പ്രതിഷേധ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരത്തും തെക്കൻ കേരളത്തിലും എത്രമാത്രം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാവുക? അരുൺ, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ഇന്നും ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇന്നും പറയുന്നുണ്ട്. ഇന്നലെ ഈ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ കണ്ടതാണ്. തലസ്ഥാനത്തും അതേ രീതിയിൽ തന്നെ DYFI പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതേസമയം തന്നെ MSFന്റെ പ്രവർത്തകർ അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും പ്രതിഷേധ റാലിയും അടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ ഇന്നും അതേ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ LDFന്റെ ഒരു പ്രതിഷേധ റാലി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മണ്ഡലതലത്തിൽ UDFന്റെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും DYFയും അതേസമയം തന്നെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതിനുള്ള ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എന്നതിലടക്കം ഇപ്പോഴും ആലോചനകൾ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടികൾ ഇന്നുണ്ടാകുമെന്നത് തന്നെയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം ഈ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ നിരവധി 124ഓളം പേർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഈ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ വെൽഫെയർ പാർട്ടി, ഫ്രറ്റേണിറ്റി പാർട്ടി, അതേസമയം തന്നെ MSF എന്നിവർക്കെതിരെ MSF എന്നീ കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തൊരു പശ്ചാത്തലത്തിൽ കൃത്യമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ രാഷ്ട്രീയ സംഘടനകളുടെ തീരുമാനം. അതേ രീതിയിൽ തന്നെ ഇന്നലെ എങ്ങനെയാണോ സുനിഷ, വ്യക്തമാണ്. എന്തായാലും CAA പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും നടക്കുന്നു. കേരളത്തിലും LDF, UDF വിവിധ കക്ഷികളും ഈ പ്രതിഷേധ പ്രകടനവുമായി നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. സുനിഷ അയ്യല്ലൂരാണ് നമുക്കൊപ്പം ചേർന്നത്.